ഖാലി ഇയാദ് പറഞ്ഞു. ഇത്രയും പറഞ്ഞ ശേഷം നബവി ഖാലി ഇയാദിന് തന്നെ വേറൊരു അഭിപ്രായവുമുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്, വയുഹ്തമലു അൻ യകൂന അലൽ ഇസ്തിആറതി, ഇത് ആലങ്കാരികമായ ആശയത്തിലാകാനും സാധ്യതയുണ്ട്. ഫഇന്നമാ യൻഅഖദു മിനൽ ഗുബാരി വറുതൂബത്തിൽ ഖയാശിമി ഖദ്റാത്തുൻ തുവാഫിഖു ശൈത്താൻ, കാരണം മൂക്കിലുണ്ടാവാൻ സാധ്യതയുള്ള പൊടിയും ഈർപ്പവുമൊക്കെ അത് രണ്ടും കൂടിച്ചേർന്നാൽ ശൈത്താന് ഫിറ്റായ മ്ലേച്ഛതയാണത്. അപ്പൊ ശൈത്താൻ ഇഷ്ടപ്പെട്ട മ്ലേച്ഛതയാണത്. അതുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞതാവാനും സാധ്യതയുണ്ട്. ഇങ്ങനെ രണ്ടഭിപ്രായം ഒരു പണ്ഡിതൻ പറഞ്ഞാൽ മാന്യതയുള്ള ഒരു പിൽക്കാലക്കാരനായ ആള് എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ രണ്ടഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും യോജിച്ച ഇതാണെന്ന് പറയല്ലേ. ഇത് മിണ്ടിയയാള് ഇങ്ങനെ അഭിപ്രായം നബവി പറഞ്ഞു തന്നെ മിണ്ടില്ല. ഒന്നിന്റെ വ്യാഖ്യാനല്ലോ, ഫത്വൽ ബാരി ശറഹ് മുസ്ലിം യാഥാസ്ഥികന്മാർ ഇവർ അംഗീകരിക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ഒറ്റ കാച്ചല ഈ ഒരു വാല് മാത്രം എടുത്തിട്ട് ആദ്യം അദ്ദേഹം പറഞ്ഞ ന്യായങ്ങൾ മുഴുവനും തള്ളിക്കളഞ്ഞു. ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെയാണ്. ശരീരത്തിലേക്ക് കടക്കാനുള്ള പ്രവേശന ദ്വാരമാണ് മൂക്ക്. അതിലൂടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ എളുപ്പമാണ്. മൂക്കും ചെവിയുമല്ലാതെ തുറന്നിട്ട ദ്വാരങ്ങൾ വേറെയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസുകളിൽ നിന്ന് വേറെ തെളിവുകളും ഉദ്ധരിച്ച് ഇത് ഹഖീഖിയായ അർത്ഥത്തിൽ പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നാൽ ഇങ്ങനെയും ഒരു സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. ഇയാൾ എന്താ ചെയ്തത്? അവസാനത്തെ വാല് മാത്രം എടുത്തിട്ട് നബവി പറയുന്നു. മാത്രം ഇയാൾ ബുക്ക് പറഞ്ഞ നബവി ഉദ്ധരിച്ച് അംഗീകരിക്കുന്നു. ഇയാൾക്ക് എന്തെങ്കിലും അനുകൂലമായ എന്തെങ്കിലും ഒരു വാല് കിട്ടിയാൽ അത് വെച്ചിട്ട് ആ പണ്ഡിതനെ അതിന്റെ ആളാക്കിയാണ് ചിത്രീകരിക്കല അയാളുടെ സ്വഭാവം. നബവി രണ്ട് അഭിപ്രായം പറഞ്ഞു വല്ലാഹു അലം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരിക്കുകയാണ്. ഖാലി ഇയാൾ എന്ന പിൽക്കാലക്കാരനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം നബവി എന്ന മറ്റൊരു പിൽക്കാലക്കാരനായ പണ്ഡിതനെ എടുത്തുദ്ധരിച്ചു. ഇത് രണ്ടും കണ്ട ഒരു സലഫി മനഹജുള്ളവൻ എന്താ ചെയ്യേണ്ടത്? മുൻഗാമികളായ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാര് ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മുടെ കണ്ണിനപ്പുറത്തുള്ള കാര്യങ്ങളായതുകൊണ്ട് വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന റസൂലുള്ളാഹിന്റെ വാക്ക് അതിന്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ യഥാർത്ഥ രൂപത്തിൽ തന്നെ പരിഗണിക്കല്ലേ വേണ്ടത്? ആലങ്കാരിക അർത്ഥത്തിലേക്ക് പോകൽ എപ്പോഴാ? അക്ഷരാർത്ഥത്തിൽ കൽപ്പിക്കപ്പെടാൻ യഥാർത്ഥാർത്ഥം കൽപ്പിക്കപ്പെടാൻ നിവൃത്തിയില്ലാത്ത സ്ഥലത്ത് മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ആലങ്കാരിക അർത്ഥത്തിലേക്ക് പോകാൻ പാടുള്ളൂ. അതാണ് സുബുലുസ്സലാമിൽ ഇമാം സൻആനി ബുലൂഗുൽ മറാമിന്റെ വ്യാഖ്യാനത്തിൽ ഈ രണ്ടും എടുത്തു കൊടുത്തിട്ട് എന്താ പറഞ്ഞറിയോ? വൽ അവ്വലു അൽഹർ, ഒന്നാമത് പറഞ്ഞ അഭിപ്രായം ഹഖീഖിയായ അർത്ഥത്തിലാണ് എന്നതാണ് ഏറ്റവും വ്യക്തമായതും സ്പഷ്ടമായതും. അതാണ് സ്വീകാര്യം, പ്രബലം എന്ന് സൻആനി പറയാണ്. അപ്പൊ നോക്കണം നിങ്ങൾ, സലഫികളുടെ നിലപാടിൽ നിന്നും ഇയാൾ പുറത്തുപോയി. അതിന്റെ സ്വഭാവം ഇയാളുടെ യുക്തിവാദങ്ങൾ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഒറ്റപ്പെട്ട അഭിപ്രായം എടുത്തിട്ട് ജനങ്ങളുടെ മുമ്പിൽ ആ പണ്ഡിതന്റെ അതിന്റെ ആളാണെന്ന് വരുത്തി തീർത്തു. ഇപ്പൊ ഖാലി ഇയാളും നബവിയും ഇയാൾ ആളാണെന്ന് വരുത്തി തീർക്കാൻ ഇയാൾ ചെയ്തിട്ടുള്ളത്. ഇയാൾ ഇപ്പോൾ ഇറക്കിയ ഈ പുസ്തകം ഉണ്ടല്ലോ, ജിന്ന് പിശാച് സിഹിർ, ഈ പുസ്തകത്തിന്റെ 36-37 പേജുകളിൽ അദ്ദേഹം ഇത് മാത്രമാണ് കൊടുക്കുന്നത്. ഖാലി ഇയാളിന്റെ ഒരഭിപ്രായമായി ഇമാം നവവി ഉദ്ധരിച്ച് അംഗീകരിക്കുന്നത് കാണുക. കണ്ടോ? ഖാലി ഇയാളിന്റെ ഒരഭിപ്രായം തന്നെ മറ്റഭിപ്രായം പറഞ്ഞില്ല. എന്നിട്ട് ഉദ്ധരിച്ചാൽ തന്നെ അംഗീകരിക്കലായി. അത് വല്ലാഹു അലം തന്നെ അദ്ദേഹം ഒഴിവായതാ. അതുകൊണ്ട് മുൻഗാമികളെ ഗ്രന്ഥം ഉദ്ധരിക്കുന്നതിലുള്ള മാന്യത ഇയാൾക്കില്ല. അപ്പൊ ഗ്രന്ഥങ്ങളിൽ ഇയാൾ നടത്തുന്ന തിരിമറിയുടെ ഒരു സ്വഭാവമാണ്. ഇനി സുഹൃത്തുക്കളെ, ഇയാൾ കക്കൂസിൽ പ്രവേശിക്കുമ്പോഴുള്ള അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂതി വൽ ഖബാഇതി എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ, ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടേ വിസർജന സ്ഥലത്ത് പ്രവേശിക്കാവുന്നുണ്ടല്ലോ. അതിന് ഇയാള് ആൺകൊതുവും പെൺകൊതുവാണ് ഉദ്ദേശം എന്ന് വ്യാഖ്യാനിച്ചത് കേട്ടോളി. ഞാൻ അവിടെ ആൺപിശാചിനും പെൺപിശാചിനും ആൺകൊതുകും പെൺകൊതുകും കൊടുത്ത് നിങ്ങൾ പരിഭാഷ ഞാൻ അതിന് എല്ലാ കുബത്ത് വൽ ഖബായിത്ത് എന്ന് പറഞ്ഞ മ്ലേച്ഛ എല്ലാ വസ്തുക്കളും ആണും പെണ്ണും പെണ്ണും വ്യാഖ്യാന അർത്ഥങ്ങൾ കൊടുത്തു. പിന്നെ അടിയിൽ ഫത്തുൽ ബാരി പറഞ്ഞിട്ടുണ്ട് എല്ലാ ആ ശൈഉൽ മക്റൂ എല്ലാ വെറുക്കപ്പെട്ട ജീവികളും ഒക്കെ ഉദ്ദേശിച്ചിരുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു കേവലം എല്ലാ രോഗാണുക്കളുണ്ടാവും. അപ്പം രോഗങ്ങൾ പരത്തുന്ന പെൺകൊതുകാണ്. അതുകൊണ്ട് പ്രത്യേകം കൊതുകൾ എല്ലാം ഇതിൽ ഉൾപ്പെടും എന്ന് ഞാൻ വ്യാഖ്യാനക്കുറിപ്പ് കൊടുത്തതാ. അത് ഫത്തുൽ ബാരിന്റെ വ്യാഖ്യാനക്കുറിപ്പ്. ഫത്തുൽ ബാരി ഇല്ലെങ്കിൽ വീട്ടിൽ വിളിച്ചു. അപ്പൊ ഞാൻ ബുഖാരിക്ക് വ്യാഖ്യാനം മിക്കതും ലോകം അംഗീകരിക്കുന്ന തഫ്സീറായ വ്യാഖ്യാനങ്ങളുടെ ഫത്തുൽ ബാരിൽ അവലംബിച്ചത്. ഫത്തുൽ ബാരിൽ കൊടുത്ത അർത്ഥാണത്. ഇനി പൈശാചിക ചിന്ത ഇല്ലാതിരിക്കാൻ വേണ്ടിയൊക്കെ രക്ഷതാണ്. പൈശാചിക ചിന്ത രക്ഷതയുണ്ട്. കക്കൂസിലൊക്കെ ഇരിക്കുമ്പോൾ വേണ്ടാത്ത പൈശാചിക ചിന്ത ഉണ്ടാകുമല്ലോ, ഇരിക്കലോ കുത്തിരിക്കല്ലേ. അപ്പൊ ആൺപിശാച്ച് പെൺപിശാച്ചിനൊക്കെ വെച്ചാൽ ആൺപിശാച്ച് പെൺപിശാച്ച് അവിടെ എന്താ ചെയ്യാ? തല്ല് കുത്തിയ അതത് പിടിച്ചൊക്കെ വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോ ഇയാൾ പറഞ്ഞ ഫത്തുൽ ബാരി ഇല്ലെങ്കിൽ വെല്ലുവിളിച്ചു. ഞാൻ 4 സ്ഥലത്ത് വെല്ലുവിളിച്ചു ഫത്തുൽ ബാരി കൊണ്ടിരിക്കും. ഞങ്ങൾ ഇവിടെ ഇറക്കിയ നോട്ടീസ് അതാ. ഇവിടെ ഫത്തുൽ ബാരി ഉണ്ടല്ലോ,
ഫത്തുൽ ബാരി തിരിയണോനുണ്ടല്ലോ ഇവിടെ പരിപാടി സംഘടിപ്പിച്ചോല്ലേ ഓലെന്താ കൊണ്ടുവരാത്തത്? ഫത്തുൽ ബാരിൽ അങ്ങനെയല്ല, നുണ പറയാള്. മക്രൂഹ് എന്നൊരു വാക്കായിലുള്ളത് കണ്ടോ? ആൺപിശാചുക്കളും പെൺപിശാചുക്കളുമാണ് എന്ന് വ്യക്തമായ അർത്ഥം പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഭാഷയിൽ ഇതിന് ബാഇന് ലൊമ്മായി പരിഗണിച്ചാൽ അവിടെ മ്ലേച്ഛത എന്നൊരർത്ഥം, വെറുക്കപ്പെട്ടത് എന്നൊരർത്ഥം ഉണ്ട്. ആ വെറുക്കപ്പെട്ടതിനെ ഇയാൾ വലിച്ചു നീട്ടി വ്യാഖ്യാനിച്ചിട്ട് കൊതുവാക്കുകയാണ്. അല്ലാതെ ഫത്തുൽ ബാരിൽ കൊതുന്നില്ല. അപ്പൊ ഫത്തുൽ ബാരി വരെ കളവ് പറയില്ല ഇയാള്. നമ്മൾ പലയിടത്തും വെല്ലുവിളിച്ച് അവിടെ ഫത്തുൽ ബാരി കൊണ്ടുവരും. ഇപ്പോഴും ഞങ്ങൾ വെല്ലുവിളി ആവർത്തിക്കുന്നു. നാളെ രാവിലെ ഞങ്ങൾ അതിന്റെ ഫോട്ടോ കോപ്പിയോട് ഇത് ഒട്ടിക്കും. ആൺകൊതു പെൺകൊതു എന്ന് ഈ ഹദീസിന് ഫത്തുൽ ബാരിയിൽ അർത്ഥം പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഒട്ടിക്കും. കയ്യൂലങ്ങൾക്ക് ഇയാളെ നുണയും ന്യായീകരിച്ച് നടക്കുക. ഇയാൾ പറഞ്ഞത് സത്യം നോക്കാനുള്ള തന്റെ ഇടമോ ബുദ്ധി പോലും അന്നം തിന്നുന്ന മടവൂരികൾക്കില്ല എന്നതാണ് വാസ്തവം. ഞാൻ മനസ്സിലാക്കിക്കോളി. അള്ളാന്റെ റസൂലിന്റെ ഹദീസിനായി പരിഹരിക്കുന്നത് ആൺകൊതും പെൺകൊതും ആണത്രേ. എന്താ ഫത്തുൽ ബാരി പറഞ്ഞത് കേട്ടോളി. അൽ ഖുബുസു ബിളമ്മിൽ മുഅ്ജമത്തി വൽ മുവഹദ കദാ ഫി റിവായ. ഖാഇനും ബാഇനും ഒറ്റപ്പുള്ളിയുള്ള രണ്ടക്ഷരത്തിനും ലമ്മാണ്, ഖുബൂസി എന്നാണ്. അങ്ങനെയാണ് ഹദീസിന്റെ റിവായത്തുള്ളത്. വഖാല അൽ ഖത്താബി ഇന്നഹു ലാ യജൂസു ഗൈറുഹു. ഇങ്ങനെ അല്ലാതെ ലബ്ത് ചെയ്യാൻ പറ്റൂല, രണ്ടിനും ലൊമ്പ് തന്നെ കൊടുക്കണം. وتعقب بأنه يجوز إسكان الموحدة كما في نظائره مما جعل هذا الوجه ككتب وكتب. എന്നാൽ ഇതിനെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഖത്താബിയുടെ അഭിപ്രായത്തെ. ബായിന് വേണമെങ്കിൽ ലൊമ്മിന് പകരം സുക്കൂനും കൊടുക്കാവുന്നതാണ്. കിതാബിന്റെ ജമ്മു കുത്തുബ് എന്ന് തായിന് ലൊമ്മായിട്ടും കുത്തുബ് എന്ന് സുക്കൂനായിട്ടും കൊടുക്കാറുള്ളത് പോലെ. എന്നിട്ട് നവവിയുടെ ഒരു വാക്ക് ഉദ്ധരിക്കുന്നുണ്ട്. ബാഇന് ഇവിടെ സുക്കൂനാണെന്ന് പറഞ്ഞ അബൂ ദൈവത പറഞ്ഞിട്ടുണ്ട്. ഇല്ലാ യുഖാല ഇന്ന തർക തഖ്ഫീഫി ഔലാ ലിഅല്ലാ യസ്തബിഹ ബിൽ മസ്ദരി. ഇവിടെ കുത്തുബ് എന്ന് പറയാതിരിക്കലാണ് നല്ലത്. കാരണം മസ്ദറുമായിട്ടത് ആശയക്കുഴപ്പത്തിലാവും. വൽ ഖുബുസു ജമ്മു ഖബീത്തിൻ. ഖുബുസ് എന്ന വാക്ക് ഖബീത്ത് എന്നതിന്റെ ബഹുവചനമാണ്. വൽ ഖബായിത്തു ജമ്മു